Hi everyone. ഇന്ന് നമ്മൾ +1 അക്കൗണ്ടൻസിയിലെ ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസിലുള്ള എറേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്നുള്ളതൊക്കെ നോക്കി. ഇനി റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്, കണ്ടുപിടിച്ച എറേഴ്സ് നമുക്ക് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം, തിരുത്താം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച എറേഴ്സ് തിരുത്താനുള്ള പ്രോസസ്സിനെയാണ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ എറേഴ്സ് രണ്ട് തരത്തിലായിരിക്കും. അതിന്റെ ബേസിലായിരിക്കും റെക്ടിഫിക്കേഷൻ ചെയ്യുന്ന രീതിയും, അതായത് ഏത് തരത്തിലുള്ള എറേഴ്സ് ആണ് എന്നുള്ളത് നോക്കി അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റെക്ടിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എറേഴ്സിനെ ബേസ് ചെയ്തിട്ട് റെക്ടിഫിക്കേഷൻ ചെയ്യുന്ന രീതിയിലും വ്യത്യാസം ഉണ്ടാവും. എറേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്ന എറേഴ്സും ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യാത്ത എറേഴ്സും. ഈ വ്യത്യാസം എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യാത്ത എറേഴ്സ് സാധാരണയായിട്ട് രണ്ട് അക്കൗണ്ടുകളെ സംബന്ധിക്കുന്നതായിരിക്കും. അപ്പൊ അവ ജേർണൽ എൻട്രീസ് വഴി നമുക്ക് എളുപ്പത്തിൽ റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്ന എറേഴ്സ് സാധാരണയായി ഒരൊറ്റ അക്കൗണ്ടിൽ മാത്രമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അതുകൊണ്ട് അവ സസ്പെൻസ് അക്കൗണ്ട് തുറന്ന് മാത്രമേ നമുക്ക് റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എറേഴ്സ് ആർ റെക്ടിഫൈഡ് ടു എൻഷുർ ദ കറക്റ്റ്നെസ് ഓഫ് അക്കൗണ്ട്. നമ്മൾ എന്തിനാണ് എറേഴ്സ് റെക്ടിഫൈ ചെയ്യുന്നത്? നമ്മുടെ അക്കൗണ്ട്സിന്റെ അക്യുറസി, കറക്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എറേഴ്സ് റെക്ടിഫൈ ചെയ്യുന്നത്. ട്രയൽ ബാലൻസിൽ എറേഴ്സ് റെക്ടിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. രണ്ട് തരത്തിലുള്ള എറേഴ്സ് ഉണ്ട്. എറേഴ്സ് നോട്ട് അഫക്റ്റിംഗ് ദ ട്രയൽ ബാലൻസ്, അതിനെയാണ് ടു സൈഡഡ് എറേഴ്സ് എന്ന് പറയുന്നത്. എറേഴ്സ് അഫക്റ്റിംഗ് ദ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് വൺ സൈഡഡ് എറേഴ്സും ആണ്. റെക്ടിഫിക്കേഷൻ ഓഫ് ടു സൈഡഡ് എറേഴ്സ്. ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യാത്ത എറേഴ്സിന്റെ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് വിച്ച് ഡു നോട്ട് അഫക്ട് ദ ട്രയൽ ബാലൻസ്. ഇത്തരം എറേഴ്സിനെ നമ്മൾ രണ്ട് അല്ലെങ്കിൽ അതിലധികം അക്കൗണ്ടുകളെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് അവയെ നമ്മൾ എന്ത് പറയുന്നത്? ടു സൈഡഡ് എറേഴ്സ് എന്ന് വിളിക്കുന്നത്. അവയെ ജേർണൽ എൻട്രീസ് മുഖേന നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. തെറ്റായ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് റദ്ദാക്കുക, അതിനെ റിവൈസ് ചെയ്യുക, എന്നിട്ട് ശരിയായിട്ടുള്ള ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് നൽകുക, റീസ്റ്റോറിംഗ് ദ കറക്റ്റ് എൻട്രി. ഇതാണ് അതിന്റെ ഒരു റെക്ടിഫിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഈ സ്റ്റെപ്സ് ഓഫ് റെക്ടിഫിക്കേഷൻ, ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റെക്ടിഫിക്കേഷൻ എങ്ങനെയാണെന്ന് പറയാം. ആദ്യം ഈ പറഞ്ഞ പോലെ തെറ്റായിട്ടുള്ള ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് എത്രയാണെന്നുള്ളത് കണ്ടെത്തുക, അതിനെ റിവൈസ് ചെയ്യുക, റദ്ദാക്കിയിട്ട് മറുവശത്ത് ഓപ്പോസിറ്റ് എൻട്രി നൽകുക, എന്നിട്ട് ശരിയായിട്ടുള്ള ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് എമൗണ്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, മോഹന് 10,000 റുപ്പീസിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ചെയ്തു, പക്ഷെ അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇത് എറർ ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ ആണ്. അപ്പൊ മോഹന്റെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ടുമില്ല, സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുമില്ല. അപ്പൊ റെക്ടിഫിക്കേഷൻ എൻട്രി എങ്ങനെ വരും? സാധാരണ ഒരു ജേർണൽ എൻട്രി പാസ് ചെയ്താൽ മതി. മോഹൻസ് അക്കൗണ്ട് ഡെറ്റർ 10,000 ടു സെയിൽസ് അക്കൗണ്ട് 10,000. എന്നിട്ട് നരേഷൻ നമ്മൾ എന്ത് കൊടുക്കും? ബീയിങ് ക്രെഡിറ്റ് സെയിൽ ടു മോഹൻ നോട്ട് റെക്കോർഡഡ്, നൗ റെക്ടിഫൈഡ്. ഇനി ഒരു സിനാരിയോ വരികയാണ്. മോഹന് 10,000 റുപ്പീസിന്റെ ക്രെഡിറ്റ് സെയിൽസ് നടത്തി, പക്ഷെ അത് 1000 ആയിട്ടാണ് സെയിൽസ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എറർ ഓഫ് കമ്മീഷൻ ആണ്, അല്ലെ? ക്ലറിക്കൽ മിസ്റ്റേക്ക് വന്നതാണ്. 10,000 പകരം നമ്മൾ എവിടെ എന്തിട്ടു? 1000 റുപ്പീസ് ഇട്ടു. അപ്പൊ ഇത് എറർ ഓഫ് കമ്മീഷൻ ആണ്. അപ്പൊ റോങ് എൻട്രി നമ്മൾ എങ്ങനെയായിരിക്കും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക? മോഹൻസ് അക്കൗണ്ട് ഡെറ്റർ 1000 ടു സെയിൽസ് അക്കൗണ്ട് 1000 പറഞ്ഞിട്ടായിരിക്കും റോങ് എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അതിന്റെ കറക്റ്റ് എൻട്രി എന്താണ്? മോഹൻസ് അക്കൗണ്ട് ഡെറ്റർ 10,000 ടു സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ 10,000 എന്നാണ്. അപ്പൊ റെക്ടിഫൈ ചെയ്യേണ്ട എത്രയാണ്? 10,000 രൂപ വിലയുള്ള ഒരു സെയിൽസിനെ നമ്മൾ 1000 എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പൊ അവിടെ റെക്ടിഫൈ ചെയ്യേണ്ടത് 9,000 രൂപയുടെ amount ആണ് നമ്മൾ അവിടെ റെക്ടിഫൈ ചെയ്ത് കാണിക്കേണ്ടത്. അപ്പൊ അതിന്റെ റെക്ടിഫിക്കേഷൻ എൻട്രി എങ്ങനെയാ വരിക? മോഹൻസ് അക്കൗണ്ട് ഡെറ്റർ 9,000 ടു സെയിൽസ് അക്കൗണ്ട് 9,000. കാരണം ഓൾറെഡി 1,000 റുപ്പീസിന്റെ സെയിൽസ് കാണിച്ചിട്ടുണ്ട്, ബാക്കി 10,000-ൽ 9,000 ആണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പൊ അതിന്റെ റെക്ടിഫിക്കേഷൻ എൻട്രി ഇട്ടു. റെക്ടിഫിക്കേഷൻ എൻട്രി എങ്ങനെയാണ്? മോഹൻസ് അക്കൗണ്ട് ഡെറ്റർ 9,000 ടു സെയിൽസ് അക്കൗണ്ട് 9,000 എന്ന് പറഞ്ഞിട്ട്. ഇനി വേറൊരു സിനാരിയോ നോക്കാം. മോഹന് 10,000-ന്റെ ക്രെഡിറ്റ് സെയിൽസ് നമ്മൾ 12,000 ആയിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മോഹൻസിന്റെ അക്കൗണ്ടിൽ 2,000 നമ്മൾ എക്സസ് ഡെബിറ്റ് ചെയ്തു, സെയിൽസ് അക്കൗണ്ടിൽ നമ്മൾ 2,000 റുപ്പീസ് എക്സസ് ക്രെഡിറ്റും ചെയ്തു.
അപ്പൊ അതിന്റെ റെക്ടിഫിക്കേഷൻ എൻട്രി എങ്ങനെയാണ് വരിക? കൂടുതലാണ് ഇട്ടിരിക്കുന്നത്, അപ്പൊ ഇതിനെ കുറയ്ക്കണം അല്ലെ? സെയിൽസ് കുറയ്ക്കണം. സെയിൽസ് നമ്മൾ കൂട്ടി കാണിച്ചിട്ടുണ്ട്, അതിനെ കുറയ്ക്കണം. സെയിൽസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ സെയിൽസിനെ ഡെബിറ്റ് ചെയ്യണം അല്ലെ? അപ്പൊ സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ 2000 ടു മോഹൻസ് അക്കൗണ്ട് 2000. ഇങ്ങനെയാണ് അതിന്റെ റെക്ടിഫിക്കേഷൻ വരുന്നത്. ഇനി വേറൊരു മിസ്റ്റേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ മോഹന് 10,000 റുപ്പീസിന്റെ ക്രെഡിറ്റ് സെയിൽസ് ശരിയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോഹന് നൽകിയ ക്രെഡിറ്റ് സെയിൽസ് 10,000 റുപ്പീസ് എന്നുള്ളത് നമ്മൾ ശരിയായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മോഹന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണതിന് പകരം നമ്മൾ അത് രാമിന്റെ അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതും എന്താണ്? എറർ ഓഫ് കമ്മീഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ റോങ് ആയിട്ട് എങ്ങനെയാണ് എൻട്രി പാസ് ചെയ്തിട്ടുണ്ടാവുക? റോങ് എൻട്രി എങ്ങനെയായിരിക്കും പാസ് ചെയ്തിട്ടുണ്ടാവുക? റാംസ് അക്കൗണ്ട് ഡെറ്റർ 10,000 ടു സെയിൽസ് അക്കൗണ്ട് 10,000 എന്നാണ്. കറക്റ്റ് എൻട്രി എങ്ങനെയാണ് വരുന്നത്? മോഹൻസ് അക്കൗണ്ട് ഡെറ്റർ 10,000 ടു സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ 10,000 എന്നാണ് വരേണ്ടത്. അപ്പൊ അതിന്റെ റെക്ടിഫിക്കേഷൻ എൻട്രി എങ്ങനെയാ വരേണ്ടത്? റെക്ടിഫിക്കേഷൻ എൻട്രി വരുമ്പോൾ മോഹന്റെയും അതേപോലെ റാമിന്റെയും അക്കൗണ്ട് തമ്മിലുള്ളതാണ് ഒരു റെക്ടിഫിക്കേഷൻ എൻട്രി വരേണ്ടത്. അപ്പൊ റെക്ടിഫിക്കേഷൻ എൻട്രി എങ്ങനെയാ വരിക? മോഹൻസ് അക്കൗണ്ട് ഡെറ്റർ, മോഹൻസ് അക്കൗണ്ടിനെയാണ് നമ്മൾ 10,000 ആയിട്ട് ഡെബിറ്റ് ചെയ്യുന്നത്, എന്നിട്ട് റാംസിന്റെ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ടു റാംസ് അക്കൗണ്ട് ഡെറ്റർ 10,000 പറഞ്ഞിട്ടുള്ള റെക്ടിഫിക്കേഷൻ എൻട്രി നമ്മൾ കൊടുക്കുന്നു. ഇനി ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞുതരാം റെക്ടിഫിക്കേഷൻ എൻട്രി വരുന്നത്. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെന്റ് പെയ്ഡ് 2,000 പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ക്യാഷ് ആയിട്ട് റെന്റ് പേയ്മെന്റ് ചെയ്യണം. അപ്പൊ ക്യാഷ് ബുക്കിൽ ലാൻഡ് ലോഡ് റെന്റ് പെയ്ഡ് 2,000 ആണ് നമുക്ക് എൻട്രി ചെയ്യേണ്ടത്. പക്ഷെ ലാൻഡ് ലോഡിന്റെ അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. റെന്റ് നമ്മൾ പേ ചെയ്തു അല്ലെ? റെന്റ് പേ ചെയ്യുമ്പോൾ എങ്ങനെ എൻട്രി വരേണ്ടത്? റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാ വരേണ്ടത്. പക്ഷെ പകരം എന്താണ് എഴുതിയത്? നമ്മൾ റെന്റിന് പകരം ലാൻഡ് ലോഡിന്റെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തി, റെക്കോർഡ് ചെയ്തു. അപ്പൊ റോങ് ആയിട്ട് നമ്മൾ എൻട്രി എങ്ങനെയാണ് റെക്കോർഡ് ചെയ്തത്? റോങ് എൻട്രി എങ്ങനെയാണ് വന്നത്? ലാൻഡ് ലോഡ്സ് അക്കൗണ്ട് ഡെറ്റർ 2,000 ടു ക്യാഷ് അക്കൗണ്ട് 2,000 പറഞ്ഞിട്ടാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് എൻട്രി എങ്ങനെയാ വരേണ്ടത്? റെന്റ് അക്കൗണ്ട് ഡെറ്റർ 2,000 ടു ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 2,000. അപ്പൊ നമ്മൾ റെക്ടിഫിക്കേഷൻ ചെയ്യേണ്ടത് റെന്റ് അക്കൗണ്ടും ലാൻഡ് ലോഡിന്റെ അക്കൗണ്ടും തമ്മിലാണ് എന്ത് ചെയ്യേണ്ടത്? റെക്ടിഫിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പൊ റെക്ടിഫിക്കേഷൻ എൻട്രി എങ്ങനെ വരും? റെന്റ് അക്കൗണ്ട് ഡെറ്റർ 2,000 ലാൻഡ് ലോഡ്സ് അക്കൗണ്ട് ഡെറ്റർ 2,000 പറഞ്ഞിട്ട് വേണം റെക്ടിഫിക്കേഷൻ എൻട്രി വരാനായിട്ട്. അപ്പൊ ടു സൈഡഡ് എറേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ റെക്ടിഫിക്കേഷൻ ചെയ്യേണ്ടത്. റെക്ടിഫിക്കേഷൻ ഓഫ് വൺ സൈഡഡ് എറേഴ്സ്. ഇതിൽ പറയുന്നത് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്ന എറേഴ്സിന്റെ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് അഫക്റ്റിംഗ് ദ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിനെ ബാധിക്കുന്ന, അഫക്റ്റ് ചെയ്യുന്ന എറേഴ്സ് സാധാരണയായിട്ട് ഒരൊറ്റ അക്കൗണ്ടിൽ മാത്രമായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. ഇത്തരം എറേഴ്സിനെയാണ് നമ്മൾ സിംഗിൾ സൈഡഡ് എറേഴ്സ് എന്ന് പറയുന്നത്. ഇവയെ റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധാരണയായിട്ട് രണ്ട് മാർഗങ്ങളുണ്ട്. എറേഴ്സ് കണ്ടെത്തി അക്കൗണ്ടിൽ തന്നെ എക്സ്പ്ലനേറ്ററി നോട്ട് റെക്കോർഡ് ചെയ്യുക, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സസ്പെൻസ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് ജേർണൽ എൻട്രി പാസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ട് മാർഗങ്ങൾ ഇങ്ങനെയുള്ള എറേഴ്സ് റെക്ടിഫൈ ചെയ്യാനായിട്ട്. എന്താണ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ? സസ്പെൻസ് അക്കൗണ്ട് എന്താണ്? സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സസ്പെൻസ് അക്കൗണ്ട് എന്നുള്ളത് ഒരു ടെമ്പററി അക്കൗണ്ട് ആണ്. ട്രയൽ ബാലൻസ് ടാലി അല്ലാതാകുമ്പോൾ അതിലെ ഡിഫറൻസ് എമൗണ്ട് താൽക്കാലികമായിട്ട്, ടെമ്പററി ആയിട്ട് ഈ സസ്പെൻസ് അക്കൗണ്ടിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇതുവഴി ട്രയൽ ബാലൻസ് ടാലി ആകുകയും അങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനും സാധിക്കും. പിന്നീട് ആ എറേഴ്സ് എന്താണെന്ന് കണ്ടെത്തി റെക്ടിഫൈ ചെയ്ത് ആ തുക സസ്പെൻസ് അക്കൗണ്ടിൽ നിന്ന് നീക്കം ചെയ്ത അക്കൗണ്ടുകൾ ശരിയാക്കും. നീക്കം ചെയ്യാൻ മീൻസ് ട്രാൻസ്ഫേർഡ് ഔട്ട് ചെയ്ത് അതിനെ ശരിയാക്കും. അവസാനം സസ്പെൻസ് അക്കൗണ്ടിനെ നമ്മൾ ക്ലോസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടെമ്പററി അക്കൗണ്ട്. താൽക്കാലികമായിട്ട് ആ ട്രയൽ ബാലൻസ് ടാലി ആവാൻ വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഒരു സസ്പെൻസ് അക്കൗണ്ട് ആണ്. ഇറ്റ് ഈസ് ക്ലിയർഡ് വൺസ് ഓൾ എറേഴ്സ് ആർ ലൊക്കേറ്റഡ് ആൻഡ് റെക്ടിഫൈഡ്. ഈ സസ്പെൻസ് അക്കൗണ്ട് എപ്പോഴാണ് ക്ലോസ് ചെയ്യുക? എറേഴ്സ് എന്താണെന്ന് കണ്ടെത്തി അതിനെ റെക്ടിഫൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സസ്പെൻസ് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യുകയും ചെയ്യും. ഈ സസ്പെൻസ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇല്ലുസ്ട്രേഷൻ നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തു. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തപ്പോൾ സപ്പോസ് ഡെബിറ്റ് ടോട്ടൽ 35,000 കിട്ടി, ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ 50,000 കിട്ടിയെന്ന് വെക്കാം. അപ്പൊ അവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 15,000 ക്രെഡിറ്റ് സൈഡ് എക്സസ് ഉണ്ട്. അപ്പൊ ഈ 15,000 താൽക്കാലികമായിട്ട് നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ആയിട്ട് രേഖപ്പെടുത്തും. അപ്പൊ ട്രയൽ ബാലൻസ്
തുല്യമായിട്ട് ടാലി ആയിട്ട് കാണിച്ചതിന് ശേഷം നമ്മൾ എറേഴ്സ് എന്താണ് എന്നുള്ളത് കണ്ടെത്തി. എറേഴ്സ് എന്താണ് കണ്ടെത്തിയെന്ന് വെച്ചാൽ ഈ ദിവാകർ എന്നുള്ള ആൾക്ക് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, സെയിൽസ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണ് ദിവാകറിന്റെ അക്കൗണ്ടിൽ വന്നിട്ട് നമ്മളത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല 15,000. അപ്പൊ അതാണെന്ന് മനസ്സിലായി. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് എൻട്രി ആയിട്ട് നമ്മൾ സസ്പെൻസ് അക്കൗണ്ടിനെ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ റെക്ടിഫിക്കേഷൻ എൻട്രി എങ്ങനെയാ വരിക, ദിവാകേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 15,000 ടു സസ്പെൻസ് അക്കൗണ്ട് 15,000. അപ്പൊ സസ്പെൻസ് അക്കൗണ്ടിൽ നമ്മൾ ആദ്യം എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, ഡെബിറ്റ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ട്രയൽ ബാലൻസ് ടാലി ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എറേഴ്സ് എന്താണെന്ന് കണ്ടെത്തിയപ്പോൾ നമ്മൾ ആ സസ്പെൻസ് അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്തു, അതിനെ ക്രെഡിറ്റ് ചെയ്തു. എങ്ങനെ, ദിവാകേഴ്സ് അക്കൗണ്ടിനെ ഡെബിറ്റും ചെയ്തു, സസ്പെൻസ് അക്കൗണ്ടിനെ ക്രെഡിറ്റും ചെയ്തു. അങ്ങനെ സസ്പെൻസ് അക്കൗണ്ട് എന്തായി, ക്ലോസ് ചെയ്തു. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് റെക്ടിഫൈ ചെയ്യാനുള്ള സ്റ്റെപ്സ് എങ്ങനെയാണ്, എറേഴ്സ് ബാധിച്ച അക്കൗണ്ട് ഏതാണെന്നുള്ളത് തിരിച്ചറിയുക, എത്രയാണ് എമൗണ്ട്, എക്സസ് ഡെബിറ്റ് ആണോ അല്ലെങ്കിൽ ഷോർട്ട് ഡെബിറ്റ് ആണോ, എക്സസ് ക്രെഡിറ്റ് ആണോ ഷോർട്ട് ക്രെഡിറ്റ് ആണോ ആയിട്ടുള്ളത് എന്നുള്ളത് കണ്ടെത്തുക. പിന്നെ എറേഴ്സ് എക്സസ് ഡെബിറ്റ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷോർട്ട് ക്രെഡിറ്റ് ഉണ്ടാക്കിയെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എൻട്രി നൽകുക. എറേഴ്സ് വന്നിട്ട് എക്സസ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ഷോർട്ട് ഡെബിറ്റ് ആണ് ഉണ്ടായിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ഡെബിറ്റ് എൻട്രി നൽകുക. സസ്പെൻസ് അക്കൗണ്ട് ഉപയോഗിച്ച് ജേർണൽ എൻട്രി എന്താവുക, നമ്മൾ പൂർണ്ണമാക്കുക. അപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മോഹന് 10,000 റുപ്പീസിന്റെ ക്രെഡിറ്റ് സെയിൽസ് നടത്തി. മോഹന്റെ അക്കൗണ്ടിൽ നമ്മൾ അത് പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ റോങ് ആയിട്ട് എങ്ങനെയായിരിക്കും എൻട്രി ചെയ്തിട്ടുണ്ടാവുക, മോഹന്റെ അക്കൗണ്ട് ഡെറ്റർ നിൽ കൊടുത്തിട്ടുണ്ടാവും, സെയിൽസ് അക്കൗണ്ടിൽ 10,000 ക്രെഡിറ്റും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ റെക്ടിഫിക്കേഷൻ എൻട്രി എങ്ങനെയാ വരിക, ആ ഡിഫറൻസ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, ട്രയൽ ബാലൻസ് സസ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ടാലി ആക്കിയിട്ടുണ്ടാവും. അപ്പൊ റെക്ടിഫിക്കേഷൻ ചെയ്യുമ്പോൾ മോഹൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് 10,000 പറഞ്ഞിട്ട് വരും. ഇനി മോഹൻസിന്റെ അക്കൗണ്ടിൽ 10,000 റുപ്പീസിന്റെ ക്രെഡിറ്റ് സെയിൽസിന് പകരം 7,000 ആയിട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഷോർട്ട് ഡെബിറ്റ് 3,000 റുപ്പീസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അങ്ങനെയാണ് വന്നിരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ റെക്ടിഫിക്കേഷൻ എൻട്രി എങ്ങനെയാ വരിക, മോഹൻസ് അക്കൗണ്ട് ഡെറ്റർ 3,000 ടു സസ്പെൻസ് അക്കൗണ്ട് 3,000. ഓക്കെ, ഇനി മോഹൻസ് അക്കൗണ്ടിൽ 10,000ന്റെ ക്രെഡിറ്റ് സെയിൽസിന് പകരം 12,000 ആയിട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എക്സസ് ഡെബിറ്റ് ആയിട്ടുള്ള 2,000 റുപ്പീസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ റെക്ടിഫിക്കേഷൻ എൻട്രി എങ്ങനെയാ വരിക, സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ 2,000 ടു മോഹൻസ് അക്കൗണ്ട് ഡെറ്റർ ടു മോഹൻസ് അക്കൗണ്ട് 2,000 ആയിട്ട് വരും. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ബുക്കിൽ 1,000 റുപ്പീസ് അധികമായി കൂടുതലായിട്ട് ഓവർകാസ്റ്റ് ആയിട്ട് കണ്ടെത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ എഫക്റ്റ് എങ്ങനെയാ വരിക, ഇൻഡിവിജ്വൽ സപ്ലയേഴ്സിന്റെ അക്കൗണ്ട് ശരിയായിട്ടായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക, പക്ഷെ പർച്ചേസ് അക്കൗണ്ടിൽ 1,000 റുപ്പീസ് അധികമായിട്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ റെക്ടിഫിക്കേഷൻ എൻട്രി എങ്ങനെയായിരിക്കും വരിക, സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ 1,000 ടു പർച്ചേസ് അക്കൗണ്ട് 1,000. ഇങ്ങനെയാണ് നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് ഉപയോഗിച്ച് ആദ്യം ട്രയൽ ബാലൻസിനെ ടാലി ആക്കി പിന്നെ റെക്ടിഫിക്കേഷൻ എൻട്രി ചെയ്യുന്ന സമയത്ത് ഈ സസ്പെൻസ് അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ആ റെക്ടിഫിക്കേഷൻ എൻട്രീസ് വരിക. അപ്പം ഇങ്ങനെയാണ് ഒരു സൈഡ് മാത്രം ബാധിച്ചിരിക്കുന്നത്, വൺ സൈഡഡ് എറർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ട്രയൽ ബാലൻസിനെ ടാലി ആക്കും, പിന്നീട് റെക്ടിഫിക്കേഷൻ എൻട്രി ചെയ്ത് സസ്പെൻസ് അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യുകയും ചെയ്യാം. റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ഇൻ നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയർ. എന്താണ് അടുത്ത അക്കൗണ്ടിങ് ഇയറിൽ നമ്മൾ എറേഴ്സ് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അടുത്ത അക്കൗണ്ടിങ് ഇയറിൽ എറേഴ്സ് റെക്ടിഫൈ ചെയ്യുക, റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ഇൻ ദ നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ ഒരു അക്കൗണ്ടിങ് ഇയറിൽ സംഭവിച്ച എറേഴ്സ് ആ വർഷം തന്നെ കണ്ടെത്താനായിട്ട് കഴിയാതിരിക്കും. അത്തരം എറേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നതിന് മുന്നേ റെക്ടിഫൈ ചെയ്യാത്ത പക്ഷം സസ്പെൻസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ സസ്പെൻസ് അക്കൗണ്ടിൽ അവശേഷിക്കുന്ന ആ ബാലൻസ് അടുത്ത അക്കൗണ്ടിങ് ഇയറിലേക്ക് എന്ത് ചെയ്യും, ക്യാരി ഫോർവേഡ് ചെയ്യും. അടുത്ത വർഷം എറേഴ്സ് കണ്ടെത്തി അവ റെക്ടിഫൈ ചെയ്യുമ്പോൾ എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻകം അക്കൗണ്ട്സ് നേരിട്ട് ബാധിക്കാതിരിക്കാനായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ ചെയ്യുന്നത് പുതിയ വർഷത്തിലെ ഇൻകം സ്റ്റേറ്റ്മെന്റിനെ തെറ്റായിട്ട് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അടുത്ത അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ അടുത്ത ഭാഗങ്ങളിലൊക്കെ ആയിട്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്നുണ്ടാവുക. ഇപ്പോൾ റെക്ടിഫിക്കേഷൻ ഇൻ നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്,
ഫൈനലൈസേഷൻ സമയത്ത് ഫൈനലൈസേഷൻ സമയമായിട്ടും എറേഴ്സ് എന്താണെന്ന് കണ്ടെത്തിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സസ്പെൻസ് അക്കൗണ്ടിനെ നമ്മൾ അടുത്ത ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് ഇയർ ആ എറർ എന്താണെന്ന് കണ്ടെത്തിയിട്ട് ആ വർഷത്തെ ഇൻകത്തിനെ ബാധിക്കാത്ത രീതിയിൽ ആ എറർ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സസ്പെൻസ് അക്കൗണ്ട് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. എന്നിട്ട് എന്താണോ ആ എറർ അതിന് ഈ സസ്പെൻസ് അക്കൗണ്ട് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് വഴി അതിനെ റെക്ടിഫൈ ചെയ്ത് കളയുകയും ചെയ്യുന്നു. ഗൈഡിംഗ് പ്രിൻസിപ്പിൾ ഫോർ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. എറർ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രിയിലാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോസ്റ്റിംഗ് അതിനനുസരിച്ചാണ് ചെയ്തിരിക്കുന്നതെന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഇനി എറർ പോസ്റ്റിംഗ് സ്റ്റേജിലാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ റെക്കോർഡിംഗ് ശരിയായിട്ടുണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. റെക്കോർഡ് ചെയ്തത് കറക്റ്റ് ആണ്, പക്ഷെ പോസ്റ്റിംഗ് സമയത്താണ് എറർ വന്നിരിക്കുന്നത്. നെക്സ്റ്റ്, എറർ തെറ്റായ അക്കൗണ്ടിലേക്കാണ് പോസ്റ്റ് ആയിട്ടുള്ളത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവിടെ അസ്യൂം ചെയ്യേണ്ടത് അത് ശരിയായ സൈഡിലും ശരിയായ എമൗണ്ടിലുമാണ് ചെയ്തിരിക്കുന്നത്, പക്ഷെ അക്കൗണ്ട് മാത്രമാണ് എന്താണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. എറർ ശരിയായ അക്കൗണ്ടിലേക്ക് wrong എമൗണ്ട് ആയിട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ശരിയായ സൈഡിലായിരിക്കും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക, പക്ഷെ എമൗണ്ട് മാത്രമാണ് എന്താണ് അവിടെ തെറ്റി കൊടുത്തിരിക്കുന്നതെന്ന് വേണം നമ്മൾ അസ്യൂം ചെയ്യാനായിട്ട്. നെക്സ്റ്റ്, എറർ തെറ്റായ അക്കൗണ്ടിലേക്ക് തെറ്റായ സൈഡിൽ ആണ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒറിജിനൽ ട്രാൻസാക്ഷൻ അനുസരിച്ചുള്ള എമൗണ്ട് തന്നെയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, തെറ്റിയത് എവിടെയാണ്, അക്കൗണ്ടിലും സൈഡിലും മാത്രമാണ് തെറ്റിയിരിക്കുന്നതെന്ന് വേണം നമ്മൾ അസ്യൂം ചെയ്യാനായിട്ട്. നെക്സ്റ്റ്, എറർ തെറ്റായ അക്കൗണ്ടിലേക്ക് തെറ്റായ എമൗണ്ട് ആയിട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ അസ്യൂം ചെയ്യുന്നത് അത് കറക്റ്റ് സൈഡിൽ തന്നെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, തെറ്റിയത് എവിടെ മാത്രമാണ്, അമൗണ്ടിലും അക്കൗണ്ടിലും മാത്രമാണ് തെറ്റിയിരിക്കുന്നതെന്ന് വേണം നമ്മൾ അസ്യൂം ചെയ്യാനായിട്ട്. എറർ ശരിയായ അക്കൗണ്ടിലേക്ക് തെറ്റായ സൈഡിൽ അല്ലെങ്കിൽ തെറ്റായ സൈഡിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എറർ ശരിയായ അക്കൗണ്ടിലേക്ക് തെറ്റായ സൈഡിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒറിജിനൽ റെക്കോർഡിങ്ങിൽ കാണുന്ന കറക്റ്റ് എമൗണ്ട് ആയിരിക്കും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക, അക്കൗണ്ട് മാത്രമാണ് തെറ്റിയിരിക്കുന്നത്. അല്ലെങ്കിൽ അക്കൗണ്ട് ശരിയാണ്, സൈഡിലേക്ക് തെറ്റായ സൈഡിൽ മാത്രമാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് വേണം നമ്മൾ അസ്യൂം ചെയ്യാനായിട്ട്. സബ്സിഡറി ബുക്സ്, സെയിൽസ്, പർച്ചേസ്, സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ എന്നിവയിലൊക്കെ ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻ സംബന്ധിച്ച എറേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ അക്കൗണ്ടിനെ മാത്രമേ ബാധിക്കുള്ളൂ, സെയിൽസ്, പർച്ചേസ് മുതലായ അക്കൗണ്ട്സിനെ ഒന്നും ബാധിക്കില്ല. ക്യാഷ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയ ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എറർ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ടിനെ ബാധിക്കില്ല, മറുവശത്തുള്ള അക്കൗണ്ടിലേക്കായിരിക്കും മോസ്റ്റ്ലി എറേഴ്സ് സംബന്ധിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ എറേഴ്സ് സംഭവിച്ചിട്ടുണ്ടാവുക. ജേർണൽ പ്രോപ്പർലി രേഖപ്പെടുത്തിയ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നോട്ട് പോസ്റ്റഡ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് രണ്ട് അക്കൗണ്ടിലും പോസ്റ്റിംഗ് ചെയ്തിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം, അൺലെസ് അതർവൈസ് സ്റ്റേറ്റഡ്. സബ്സിഡറി ബുക്കിൽ കാസ്റ്റിംഗ് എറർ മീൻസ് മൊത്തം ടോട്ടൽ ഇതിൽ എറർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ പോസ്റ്റിംഗ് ചെയ്യുന്ന മെയിൻ അക്കൗണ്ടിനെ മാത്രമേ ബാധിച്ചിട്ടുണ്ടാവുള്ളൂ, ഇൻഡിവിജ്വൽ പേഴ്സണൽ അക്കൗണ്ടിനെ ബാധിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇത് ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഈ പറഞ്ഞ പോലെ എറർ ശരിയായ അക്കൗണ്ടിലേക്ക് റോങ് എമൗണ്ട് ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡിനെ കുറിച്ച് വ്യക്തമായിട്ടൊന്നും അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ അസ്യൂം ചെയ്യണം അത് ശരിയായ സൈഡിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, പക്ഷെ അമൗണ്ട് ആണ് തെറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പം ഓരോ എറേഴ്സ് വരുമ്പോഴും അവിടെ എന്തൊക്കെ അസ്യൂം ചെയ്യണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഐഡന്റിഫൈ ദ സ്റ്റേജ് ഓഫ് എറർ, ഏത് സ്റ്റേജിലാണ് എറർ വന്നിരിക്കുന്നത്, ജേർണൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്താണ്, ജേർണൽ എൻട്രി റെക്കോർഡ് ചെയ്യുന്ന സമയത്താണോ, ലെഡ്ജർ പോസ്റ്റ് ചെയ്യുന്ന സമയത്താണോ എറർ വന്നതെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിന് കറക്റ്റ് ആയിട്ടുള്ള റിവേഴ്സ് എൻട്രി ചെയ്യണം, എന്നിട്ട് കറക്റ്റ് എൻട്രി പോസ്റ്റ് ചെയ്യണം. വൺ സൈഡഡ് എറർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്യണം. അതേപോലെ തന്നെ അതിനെ ഒരു എൻട്രി നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഇറൈസ് ചെയ്യാനോ ഓവർ റൈറ്റ് ചെയ്യാനോ പാടില്ല, പകരം അതിന്റെ റിവേഴ്സ് എൻട്രി പോസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് എൻട്രി പോസ്റ്റ് ചെയ്യാണ് വേണ്ടത്. ഒരിക്കലും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതിയതിനെ വെട്ടിയിട്ട് അതിന്റെ മേലെ കൂടി മായ്ച്ചു കളയുകയോ ചെയ്യരുത്, പകരം അതിന്റെ റിവേഴ്സ് എൻട്രിയും കറക്റ്റ് എൻട്രിയും പോസ്റ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്.
ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നമുക്ക് ഇതുവരെ പറഞ്ഞത് വെച്ചിട്ട്. ആദ്യത്തെ എന്താ പറയുന്നത്, ക്രെഡിറ്റ് സെയിൽ ഓഫ് ₹10,000 റെക്കോർഡഡ് അറ്റ് 1,000. നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് 10,000 റുപ്പീസിനാണ് നടത്തിയത്, പക്ഷെ ബുക്സിൽ എഴുതിയപ്പോൾ എന്ത് ചെയ്തു, 1,000 എന്നാണ് എഴുതിയത് അല്ലെ. അപ്പൊ നമ്മൾ ബുക്സിൽ ഒരിക്കലും അതിന്റെ കൂടെ ഒരു 0 ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഓവർ റേറ്റിങ്ങോ എറൈസിങ്ങോ ചെയ്യാനായിട്ട് പാടില്ല. പകരം കറക്ഷൻ എൻട്രി അല്ലെങ്കിൽ റെക്ടിഫിക്കേഷൻ എൻട്രി ആണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ റെക്ടിഫിക്കേഷൻ എൻട്രി എന്താ ചെയ്യുന്നത്, നമ്മുടെ ഇവിടെ ക്രെഡിറ്റ് സൈഡിലും 9,000 കുറച്ചിട്ടാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതേപോലെ ഡെപ്റ്ററുടെ അക്കൗണ്ടിലും 9,000 എന്തായിരിക്കും, കുറച്ചിട്ടായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ ഡിഫറൻസ് ഉള്ള എമൗണ്ട് ഇവിടെ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു വെച്ചാൽ കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ കറക്റ്റ് എമൗണ്ട് കാണിക്കണം. അപ്പൊ അതിന്റെ റെക്ടിഫിക്കേഷൻ എൻട്രി എങ്ങനെയാ വരിക, ഡെപ്റ്റർ അക്കൗണ്ട് ഡെറ്റ് നമ്മൾ എത്രയാണ് കുറച്ച് എമൗണ്ട് ഇട്ട എമൗണ്ട്, അത് 9,000 ടു ക്രെഡിറ്റ് സൈഡിൽ 9,000 പറഞ്ഞിട്ട് ഒരു എക്സ്ട്രാ എൻട്രി റെക്ടിഫിക്കേഷൻ എൻട്രി പാസ് ചെയ്യാണ് വേണ്ടത്. ഒരിക്കലും അത് ഓവർ റേറ്റ് ചെയ്യാനോ ഇറൈസ് ചെയ്യാനോ പാടില്ല. ഇനി റെന്റ് ഓഫ് ₹2,000 പെയ്ഡ് ആസ് എ പേയ്മെന്റ് ടു ലാൻഡ് ലോഡ്. നമ്മൾ റെന്റ് പേയ്മെന്റ് ചെയ്താൽ എങ്ങനെയാണ് എൻട്രി വരിക, റെന്റ് അക്കൗണ്ട് ഡെറ്റർ, റെന്റ് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. നമുക്ക് ഇപ്പൊ തൽക്കാലം ക്യാഷ് എന്ന് കൊടുക്കാം, ക്യാഷ് ഓർ ബാങ്ക് അങ്ങനെയാണ് വരേണ്ടത്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് എൻട്രി പോസ്റ്റ് ചെയ്തത്, ലാൻഡ് ലോഡിന്റെ അക്കൗണ്ടിലേക്കാണ് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതിന്റെ എന്താ പറയാ, റെന്റിന് പകരം ലാൻഡ് ലോഡ് എന്ന് കൊടുത്തു അല്ലെ. അപ്പൊ ലാൻഡ് ലോഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അപ്പൊ ഇതാണ് നമ്മൾ തെറ്റായിട്ട് കൊടുത്ത എൻട്രി അല്ലെ. അപ്പൊ ഇത് തെറ്റാണ്. ഇതിനെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ക്രോസ് ചെയ്യരുത്. പകരം ഇതാണ് കറക്റ്റ് എൻട്രി വരുന്നത്. പകരം നമ്മൾ ഒരു റെക്ടിഫിക്കേഷൻ എൻട്രിയാണ് ഇടേണ്ടത്. റെക്ടിഫിക്കേഷൻ എൻട്രി എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഈ ലാൻഡ് ലോഡ് എന്നുള്ള അക്കൗണ്ട് ആണ് നമുക്ക് റെക്ടിഫൈ ചെയ്യേണ്ടത്. പകരം എന്ത് വരണം, അവിടെ റെന്റ് എന്നുള്ള അക്കൗണ്ട് വരണം. അപ്പൊ ഈ ലാൻഡ് ലോഡ് എന്നുള്ള അക്കൗണ്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ഡെബിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. എന്നാലേ അവിടെ ക്ലോസ് ആയി പോകുള്ളൂ. എന്നിട്ട് പകരം ഏത് അക്കൗണ്ട് വരണം, റെന്റ് എന്നുള്ള അക്കൗണ്ട് വരണം. അപ്പൊ എന്ത് ചെയ്യും, റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ലാൻഡ് ലോഡ് അക്കൗണ്ട് 2,000. അപ്പൊ ലാൻഡ് ലോഡ് എന്നുള്ള ആ എമൗണ്ട് അവിടെ റെക്ടിഫൈ ചെയ്ത് ക്ലോസ് ആയി പോവുകയും ചെയ്തു. റെന്റ് എന്നുള്ള എക്സ്പെൻസ് കറക്റ്റ് ആയിട്ട് കയറി വരികയും ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തി നമ്മൾ റെക്ടിഫൈ ചെയ്യേണ്ടത്. റെക്ടിഫൈ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അതിനെ ഓവർ റൈറ്റ് ചെയ്യാനോ ഇറൈസ് ചെയ്യാനോ പാടില്ല. റിവേഴ്സ് എൻട്രി ചെയ്യുക, റെക്ടിഫിക്കേഷൻ എൻട്രി ചെയ്യുക. എറേഴ്സ് എന്താണ് കണ്ടെത്തുക, റിവേഴ്സ് എൻട്രി അല്ലെങ്കിൽ റെക്ടിഫിക്കേഷൻ എൻട്രി ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ചില കീ ടേംസ് നമുക്ക് നോക്കാം. ഇതുവരെ പഠിച്ചതിൽ ചില കീ ടേംസ്. എന്താ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ, ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ലെഡ്ജർ അക്കൗണ്ടിലെ ബാലൻസ് എല്ലാം കൂടിയിട്ട് എടുത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്, ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഈ ട്രയൽ ബാലൻസിലുള്ള ലെഡ്ജർ ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടുള്ള ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറച്ച് എറേഴ്സ് ഒക്കെ പഠിച്ചു അല്ലെ. എറർ ഓഫ് കമ്മീഷൻ എന്താണ്, നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്തോ പോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ടോട്ടലിംഗ് സമയത്തോ ഉണ്ടാവുന്ന ചില ക്ലറിക്കൽ എറേഴ്സിനെയാണ് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. പിന്നെ പഠിച്ചത് എന്തായിരുന്നു, എറർ ഓഫ് ഒമിഷൻ എന്നാണ്. അതായത് ട്രാൻസാക്ഷൻ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ റെക്കോർഡ് ചെയ്യാതിരിക്കുന്ന ആ സംഭവത്തിൽ അങ്ങനെ വരുന്ന എറേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. പിന്നെന്താ നമ്മൾ പഠിച്ചത്, എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ് പഠിച്ചത്. എറർ ഓഫ് പ്രിൻസിപ്പിൾ പറഞ്ഞാൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ലംഘിക്കുമ്പോൾ ഉണ്ടാവുന്ന എറേഴ്സിനെയാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ കോമ്പൻസേറ്റിംഗ് എറേഴ്സ്, രണ്ടോ അതിലധികമോ എറേഴ്സ് പരസ്പരം ഉണ്ടായിട്ട് പരസ്പരം അത് ഇല്ലാതാകുന്ന ഒരു അവസ്ഥ അല്ലെ. അതായത് രണ്ട് എറർ ഉണ്ടായിട്ട് അതിനെ ആ ഒരു രണ്ട് എറർ ഉണ്ടായത് മൂലം പരസ്പരം കോമ്പൻസേറ്റ് ആയിട്ട് ആ ഒരു എറർ ട്രയൽ ബാലൻസിൽ കണ്ടുപിടിക്കാനേ ആവാത്ത ആ ഒരു അവസ്ഥയെ അങ്ങനെയുള്ള എറേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നത്. റെക്ടിഫിക്കേഷൻ പറഞ്ഞാൽ എന്തായിരുന്നു, ഈ എറേഴ്സിനെ തിരുത്തുന്ന ആ പ്രോസസ്സിനെയാണ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. സസ്പെൻസ് അക്കൗണ്ട് താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് ട്രയൽ ബാലൻസ് ടാലി ആക്കാൻ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ട് ആണ് എന്തെന്ന് പറഞ്ഞത്, സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ടേംസ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്.
ഇനി സമ്മറി നോക്കാം. ജസ്റ്റ് ഇത്ര നേരം നമ്മൾ പഠിച്ചത് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. ഓക്കെ, ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ലെഡ്ജർ അക്കൗണ്ട്സിന്റെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ ഒരു സമ്മറി സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് പറയുന്നത്, ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് എന്താണ് പരിശോധിക്കാനായിട്ട് പറ്റുക, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ അരിത്തമെറ്റിക് അക്യുറസി ആണ് നമുക്ക് ഇവിടെ പരിശോധിക്കാനായിട്ട് പറ്റുന്നത്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് 3 രീതികളുണ്ട്. ഏതൊക്കെയായിരുന്നു? ടോട്ടൽസ് മെത്തേഡ്, ബാലൻസസ് മെത്തേഡ്, ടോട്ടൽസ് കം ബാലൻസ് മെത്തേഡ്. ട്രയൽ ബാലൻസിന്റെ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബാലൻസസ് മെത്തേഡാണ്. പ്രാക്ടിക്കലി നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ട്രയൽ ബാലൻസിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലെഡ്ജർ അക്കൗണ്ട്സിന്റെ കൃത്യത ഉറപ്പാക്കുക, എറേഴ്സ് കണ്ടെത്താനായിട്ട് സഹായിക്കുക, ഫൈനൽ അക്കൗണ്ട്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ബേസ് ആയിട്ട് മാറുക എന്നുള്ളത്. ട്രയൽ ബാലൻസ് ടാലി ആയില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എറേഴ്സ് ഉണ്ട് എന്നാണ്. ചിലപ്പോൾ ട്രയൽ ബാലൻസ് ടാലി ആയാലും അവിടെ എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. എറേഴ്സ് നമ്മൾ 4 രീതിയിൽ ഉണ്ട് എന്ന് പഠിച്ചു. എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് പ്രിൻസിപ്പിൾ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ട്രയൽ ബാലൻസ് ടാലി ആയാലും ചിലപ്പോൾ എന്തുണ്ടാവും, എറേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള എറേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ് എന്ത്, എറർ ഓഫ് പ്രിൻസിപ്പിളും കോമ്പൻസേറ്റിംഗ് എറേഴ്സും ഒക്കെ. റെക്ടിഫിക്കേഷൻ എറേഴ്സ് എന്ന് പറയുന്നത് ഈ എറേഴ്സിനെ തിരുത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്നത്. ട്രയൽ ബാലൻസിനെ ബാധിക്കാത്ത എറേഴ്സ് നമ്മൾ ജേർണൽ എൻട്രീസ് മുഖേന റെക്ടിഫൈ ചെയ്യും. ട്രയൽ ബാലൻസിനെ ബാധിക്കുന്ന എറേഴ്സ് സസ്പെൻസ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെക്ടിഫൈ ചെയ്യുക. സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ടെമ്പററി അക്കൗണ്ട് ആണ്. ട്രയൽ ബാലൻസിലെ ഡിഫറൻസ് താൽക്കാലികമായിട്ട് സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ട് ആണ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. പിന്നീട് എറർ റെക്ടിഫൈ ചെയ്യുന്ന സമയത്ത് ഈ സസ്പെൻസ് അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്തിട്ട് പോകും. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്.